മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. വന്യജീവി ആക്രമണത്തിനെതിരെ കാളികാവിൽ LDF സായാഹ്ന ധർണ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് മനുഷ്യന്റെ ജീവനേക്കാൾ വന്യമൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ചില അപരിഷ്കൃതമായ നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 1972 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് വന്യജീവി സംരക്ഷണ നിയമം. 1972 സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ നിയമം ശരിയായിരിക്കാം. പക്ഷെ 72 ശേഷം പതിറ്റാണ്ടുകൾ കടന്നുപോയി 2025 എത്തിയപ്പോഴും ആ നിയമം മാറ്റിയെഴുതാൻ, ഭേദഗതി ചെയ്യാൻ, കാലോചിതമായി പരിഷ്കരിക്കാൻ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അതിനുള്ള അധികാരമില്ല. അതിനുള്ള അധികാരം, ഏക അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 1972 ഈ വന്യജീവി സംരക്ഷണ നിയമം മാറ്റിയെഴുതി അത് കാലോചിതമാക്കി പരിഷ്കരിക്കണം. അത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ജനപ്രതിനിധികളാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ അടുത്ത കാലത്ത് രാജ്യസഭക്കകത്ത് 2 പാർലമെന്റ് അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് രാജ്യസഭാംഗമായ P സന്തോഷ് കുമാർ, മറ്റൊന്ന് ജോൺ ബ്രിട്ടാസ്. പക്ഷേ ആ 2 പേരിലൊതുങ്ങി കേരളത്തിൽ നിന്നുള്ള മറ്റ് MP-മാരുടെ ശബ്ദം അതിനനുകൂലമായി അവരെ പിന്തുണക്കുന്ന രൂപത്തിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഇക്കാര്യം. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റിലെ രാജ്യസഭയിലും പിന്നെ ലോക്സഭയിലുമുള്ള ജനപ്രതിനിധികളെയാകെ ഇതിനുവേണ്ടി പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ഇതിനുവേണ്ടി അവരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ഉത്തരവാദിത്വവും നമുക്കുണ്ട്. 1972 ഉണ്ടാക്കിയ ആ നിയമം അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ ഇന്നത് പോരാ. ഇന്ന് അന്നുള്ളതിനേക്കാൾ വന്യമൃഗങ്ങൾ കാട്ടിൽ പെരുകിയിട്ടുണ്ട്. ആ കാട്ടിൽ അവർക്ക് അതിന് ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടാത്തതിന്റെ ഭാഗമായി അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ രംഗത്തുണ്ട്. ഇതിൽ വനം വകുപ്പിന്റെ കീഴിൽ തന്നെ ഒരു റിസർച്ച് സെന്റർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കാടും കാട്ടിലെ ആവാസ വ്യവസ്ഥയും വന്യമൃഗങ്ങളും, ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു റിസർച്ച് സംവിധാനം, ഗവേഷണ സംവിധാനം നമുക്കുണ്ട്. ഈ ഗവേഷണത്തിലൂടെ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായും വന്യമൃഗങ്ങൾ, ഈ അക്രമകാരികളായ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തണം. ആ പഠനം നടത്തിയാൽ മാത്രം പോരാ, അതിനുള്ള പരിഹാര മാർഗങ്ങളും കാണണം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അത്തരം പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നില്ല. നടത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ രംഗത്തുള്ള പല വിദഗ്ധരും ഇപ്പോൾ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടത്തിയ സംസ്ഥാന സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. വന്യമൃഗങ്ങളെ നായാടാനുള്ള അവകാശം അങ്ങനെ നിയമം വഴിയൊക്കെ കൊടുക്കണം. നായാട്ടിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പണ്ട് നമ്മുടെ നാട്ടിലതില്ലായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ കാട്ടിലേക്ക് ആളുകൾ തോക്ക് കൊണ്ടുപോയി നായാട്ട് നടത്തിയിരുന്നു. വന്യമൃഗങ്ങളെ കുറെ എണ്ണത്തിനെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ക്രമീകരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നതില്ല. പക്ഷേ അത് മോശപ്പെട്ട കാര്യമാണല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കയിലെ ഏത് രാജ്യത്തും അവിടെ നമ്മൾ പോയി ഇറങ്ങിയാൽ വിമാനത്താവളത്തിൽ തന്നെ ഇഷ്ടംപോലെ ടൂർ ഓപ്പറേറ്റർമാരുണ്ട്. അവിടെ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ
വന്യജീവി ആക്രമണം മലയോര മേഖലയിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ കേന്ദ്ര വനം വന്യജീവി വനവൽക്കരണ നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. 1972 ഇന്ദിരാഗാന്ധി സർക്കാർ ഭേദഗതി വരുത്തിയ നിയമം മനുഷ്യജീവനേക്കാൾ മൃഗങ്ങൾക്കാണ് പരിഗണന നൽകിയിരിക്കുന്നത്. ഇത്തരം കാടൻ നിയമങ്ങൾ അടിമുടി മാറ്റണമെന്ന് നേതാക്കൾ പറഞ്ഞു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂർ അലിയുടെ കുടുംബത്തെ സംരക്ഷിക്കണമെന്നും വനാതിർത്തികളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തിക്കായി കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. NCP ജില്ലാ സെക്രട്ടറി MT സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, CPI ജില്ലാ കൗൺസിൽ അംഗം PT സർഫുദ്ദീൻ, കേരള കോൺഗ്രസ് M മണ്ഡലം സെക്രട്ടറി അപ്പച്ചൻ തേക്കുംതോട്ടത്തിൽ, NM ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ CPIM കാളികാവ് ലോക്കൽ സെക്രട്ടറി K രാമചന്ദ്രൻ സ്വാഗതവും N നൌഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.